ഹൈവേയിലൂടെ പോകുമ്പോഴും ടൗണിലും ഹോസ്പിറ്റലിൻ്റെ പരിസരത്തും ഒക്കെ ആയിട്ട് നിറയെ ഇങ്ങനെ ഒരു ബോർഡ് കാണാം കേട്ടോ. വണ്ടർ വേൾഡ് ഓണം ഫെസ്റ്റ് എന്നൊക്കെ പറഞ്ഞൊരു ബോർഡ് കേട്ടോ. കർമ്മ റോഡിലാണ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. ഈ 12-ാം തീയതി സ്റ്റാർട്ട് ചെയ്യും. സെപ്റ്റംബർ 12 എന്ന് പറഞ്ഞിട്ട് 13-ങ്ങാണ്ട് ഇന്നലെയായിട്ടാണ് അവർ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. നമുക്ക് റോഡ് സൈഡിൽ ഇങ്ങനെ പോകുമ്പോൾ തന്നെ വലിയ ചായന്തിയിലും ഒക്കെ ഇങ്ങനെ ആ പുഴയുടെ നേരെ ഓപ്പോസിറ്റായിട്ട് ഇങ്ങനെ കാണാം കേട്ടോ. അതുവഴി വെറുതെ നടക്കാൻ തന്നെ നല്ല വൈബിൾ ഏരിയ ആണല്ലോ. കുറേ ഇങ്ങനെ ഹൗസ് ബോട്ടുകൾ പോലത്തെ കുറേ ചെറിയ ബോട്ടുകളും ഒക്കെ ഇങ്ങനെ പോകുന്ന നല്ല ഭംഗിയുള്ളൊരു സ്ഥലമാണ്. അപ്പോൾ നമുക്ക് അതിൻ്റെ നേരെ ഓപ്പോസിറ്റായിട്ട് വണ്ടിക്കൊക്കെ ഇഷ്ടം പോലെ പാർക്കിംഗ് സ്പേസ് ഉണ്ട്. അവിടെ നമുക്കിങ്ങനെ ബോർഡ് കാണാം കേട്ടോ. വണ്ടർ വേൾഡ് ഓണം ഫെസ്റ്റ് എന്ന് 50 രൂപയാണ് കേട്ടോ അതിൻ്റെ എൻട്രി ടിക്കറ്റ്. പിന്നെ പൊന്നാനിയിൽ അവതാർ ഇറങ്ങി എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ പരസ്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെ നിറയെ അവതാറിലെ ക്യാരക്ടേഴ്സിൻ്റെ ഒക്കെ വലിയ കട്ടൗട്ട്സ് ഒക്കെ വെച്ചിട്ടുണ്ട് കണ്ടോ. എൻട്രി തന്നെ ടിക്കറ്റ് കൗണ്ടർ ഉണ്ട് കേട്ടോ. 50 രൂപയുടെ ടിക്കറ്റ് എടുക്കണം. ഒരാൾക്ക് 50 രൂപയുടെ എൻട്രി ഫീ. പിന്നെ കുറേ അവതാറിൻ്റെ പിക്ചേഴ്സൊക്കെ കണ്ടിട്ട് ഉള്ളിൽ എന്താണ് ഉണ്ടാവുക എന്നൊക്കെ ഇങ്ങനെ അറിയാൻ വേണ്ടി ഒരു ചെറിയ ആകാംക്ഷയൊക്കെ തോന്നിയിട്ടോ. അങ്ങനെ കുറേ ബലൂൺകാരും കുറേ പി ഒക്കെ വെക്കുന്ന ആൾക്കാരൊക്കെ പുറത്ത് നിറയെ നിന്നിട്ട് ആകെ മൊത്തം നല്ല ഒരു ഓളം, നല്ല ഒരു ഫെസ്റ്റീവായിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ ആയിരുന്നു കേട്ടോ അവിടെ. ഇങ്ങനെ 50 രൂപയുടെ ടിക്കറ്റൊക്കെ നമ്മളെടുത്ത് അതിൻ്റെ ഉള്ളിലേക്ക് കയറി കേട്ടോ. ഫസ്റ്റ് തന്നെ ഇങ്ങനെ ഒരു ഗുഹ പോലെയാണ് തീർത്തിക്കുന്നത്. കുറേ നല്ല ഭംഗിയുള്ള പൂക്കളുള്ള ഒരു കാർപ്പറ്റൊക്കെ വിരിച്ചിട്ടുണ്ട്. അതിൻ്റെ ഇടയിൽ കൂടി ഇങ്ങനെ ചെറിയൊരു ഇരുട്ട് കൂടി നമ്മളിങ്ങനെ നടന്ന് പോകണം കേട്ടോ. അവിടെ ലൈറ്റിംഗ് ഒന്നുമില്ല, ഭയങ്കര ഇരുട്ടാണ്. നമ്മൾ ഉള്ളിലേക്ക് ഇങ്ങോട്ട് എത്തുമ്പോൾ നമുക്കിങ്ങനെ അവതാർ മൂവി കാണാത്തവരുണ്ടാവില്ലല്ലോ, അവതാർ മൂവിയുടെ ഒരു സെറ്റിങ്ങിലേക്ക് അങ്ങനെ എത്തിയ ഒരു ഫീലിംഗ് ആണ് കേട്ടോ. നല്ല ഭംഗിയുള്ള ആകാശം പോലെ ഇങ്ങനെ പഞ്ഞി കൊണ്ട് ഫുൾ കോട്ടണിൽ ലൈറ്റിങ്സ് ഇട്ടിട്ട് നല്ല അടിപൊളിയായിട്ടാണ് അവർ ചെയ്തേക്കുന്നത് കേട്ടോ. അതിൽ നമ്മൾ സാധാരണ കാണാത്ത പോലെ ഭയങ്കര ഫ്ലൂറസൻ്റ് ആയ കുറേ ഫ്ലവേഴ്സും ശരിക്കും ആ മൂവിയിൽ കാണുന്നില്ലേ അതുപോലത്തെ ഒരു സെറ്റിംഗ് ഉണ്ടാക്കി വെച്ചേക്കുക കേട്ടോ. നല്ല അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. ചെയ്തത് വളരെ നന്നായിട്ടുണ്ട്. എല്ലായിടത്തും കാണാത്ത പോലെ കുറേ തിളങ്ങുന്ന കുറേ ഫ്ലൂറസൻറ്റും ഫോസ്ഫോറസൻറ്റും ആയിട്ടുള്ള ഒരുപാട് ചെടികൾ, നിലം ഫുള്ള് ഇങ്ങനെ അടിയിൽ കൂടി ലൈറ്റിംഗ് ഒക്കെ ഇട്ട് ഏതോ ഒരു മായാലോകത്തൊക്കെ എത്തിയ പോലെ ഒരു ഫീലിംഗാണ്. കുട്ടികൾക്കും പിന്നെ കുട്ടികളുടെ മനസ്സുള്ള നമ്മളെ പോലത്തെ ആൾക്കാർക്കൊക്കെ ഇതൊക്കെ ഭയങ്കര ഇഷ്ടമാവും കേട്ടോ. നല്ല ഭംഗിയുള്ള നല്ല കളർഫുള്ളായിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ അവിടെ ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ നമ്മുടെ അവതാറിലെ നായകനും നായികയൊക്കെ ആ ലോകത്ത് എങ്ങനെ എണീറ്റ് നിൽക്കുന്നുണ്ടോ നല്ല സ്റ്റൈലിൽ നല്ലൊരു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കും ഒക്കെ ഇട്ട് സാധാരണ കാണാത്ത കുറേ വണ്ടർഫുള്ളായിട്ടുള്ള കുറേ ചെടികളും ഇങ്ങനെ മൾട്ടി കളേർഡായിട്ടുള്ള ലൈറ്റിങ്സും ചെടികളും ഒക്കെ കൊണ്ട് അങ്ങനെ ഈ അടിപൊളിയായ ലോകം നമ്മൾ കുറച്ച് നേരം എന്തായാലും ഇങ്ങനെ നോക്കി നിന്ന് പോകട്ടോ. ഫോട്ടോസ് എടുക്കാനും വീഡിയോസ് എടുക്കാനും ഒക്കെ നല്ല ഭംഗിയായിരിക്കും ഇത് കാണാൻ. ഒരുപാട് കളേഴ്സ് ഇങ്ങനെ ഒന്നിച്ചിങ്ങനെ കോട്ടൻ്റെ അടിയിൽ കൂടിയും ഫ്ലോറിൽ നിന്നൊക്കെ ഇങ്ങനെ ഫുള്ള് ഇങ്ങനെ തിളങ്ങി ലൈറ്റിങ്സ് വരികയാണ്. ഭയങ്കര അടിപൊളിയായിട്ടുണ്ട് കേട്ടോ സെറ്റിങ്സ് കാണാൻ. ശരിക്കും നമുക്ക് ആ മൂവിയിലൊക്കെ ഇങ്ങനെ കാണുന്ന ഒരു ഫീൽ ഉണ്ട് കേട്ടോ. അതിലിങ്ങനെ ഒരു തൂങ്ങിയ ഇങ്ങനെ നെറ്റ് പോലെ അവരുടെ താമസിക്കുന്ന സ്ഥലമൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ അതുപോലെ തന്നെ അവർ റീക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. നല്ല രസമുണ്ട്, നല്ല അടിപൊളിയായിട്ടുണ്ട്. പിള്ളേർക്കൊക്കെ ഭയങ്കര ഇഷ്ടമാവും. നല്ല ഫോട്ടോസൊക്കെ എടുക്കുമ്പോഴും നല്ല ബാക്ക്ഗ്രൗണ്ട് ആയത് കാരണം നല്ല ഭംഗിയായിരിക്കും. അതിലുള്ള പോലത്തെ കുറേ ജീവികളും അതിനെയൊക്കെ അതെ കേട്ടോ. ആ പ്രത്യേക തരത്തിലുള്ള കുറേ ചുരുണ്ടിട്ടുള്ള ചെടികൾ, കുറേ വലിയ വലിയ മഷ്റൂംസ്, അങ്ങനെ അതൊക്കെ അതുപോലെ അവിടെ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. നല്ല നല്ല കളേഴ്സും നല്ല കളർ കോമ്പിനേഷൻസും ഒക്കെ ആയിട്ട് നല്ല സൂപ്പറാണ്. 50 രൂപയല്ലേ ടിക്കറ്റിന് കൊടുക്കണുള്ളൂ. ഇത്രയും നല്ലൊരു സെറ്റിങ്ങൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടല്ലോ. എല്ലാവർക്കും ഒരു ദിവസം ഒന്ന് പോയി കാണാനുള്ളതൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ സ്റ്റോളുകളൊക്കെ ഒരുപാടൊന്നും തുടങ്ങിയിട്ടില്ല. പതുക്കെ ഇങ്ങനെ തുടങ്ങുമായിരിക്കും. ഇപ്പം ഇന്നലെ ഓപ്പൺ ആയിട്ടല്ലേ ഉള്ളൂ, അതുകൊണ്ട് സ്റ്റോളുകളൊക്കെ കുറച്ചേ ഉള്ളൂ. പക്ഷേ ഈ ഒരു സെറ്റിങ്ങാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് കേട്ടോ. ഈ ചെടികളും ഈ ആകാശത്തിനുള്ള ലൈറ്റിങ്സൊക്കെയാണ്. ഇത് തന്നെ കാണാൻ തന്നെ ശരിക്കും നല്ല അടിപൊളിയാണ്. അത് കഴിഞ്ഞ് നമ്മളിങ്ങനെ നടക്കുമ്പോൾ നമ്മൾ നെക്സ്റ്റ് ആയിട്ടുള്ള ഒരു ഏരിയയിലേക്ക് എത്തിട്ടോ. അവിടെ ഇങ്ങനെ കുറേ മൃഗങ്ങളാണ്. ആദ്യം തന്നെ ഒരു വരയമ്പുലി നമ്മൾ നോക്കി ഇങ്ങനെ തലയാട്ടി അങ്ങോട്ടും ഇങ്ങോട്ടും തലയാട്ടി നിൽക്കുന്നുണ്ട്. അത് കഴിയുമ്പോൾ നിറയെ പുള്ളികളുള്ളൊരു ചീറ്റ, ഇവരൊക്കെ ഇങ്ങനെ തലയാട്ടി നിൽക്കുക കേട്ടോ. കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമാവും. പിന്നെ ഇങ്ങനെ ഒരൊറ്റ കൊമ്പുള്ള റൈനോ തലയാട്ടുന്നുണ്ട്. പിന്നെ ഒരു കങ്കാരു, അത് ഇളകണമൊന്നുമില്ല, ഇപ്പോൾ സിറ്റിങ്സിന് എന്തെങ്കിലും കുഴപ്പം പറ്റിയതാണെന്നറിയില്ല. പിന്നെ ഒരു ആന നിൽക്കുന്നുണ്ട്, ഒരു വലിയ കഴുകൻ നിൽക്കുന്നുണ്ട്. അങ്ങനെ കുറേ ആനിമൽസ് കേട്ടോ. ഈ ആനിമൽസിനെ വരെ കുറേ എക്സിബിഷൻസിലൊക്കെ കണ്ടിട്ടുണ്ട്. പക്ഷേ അവതാർ സെറ്റിങ് അങ്ങനെ വല്ലാണ്ട് കണ്ടിട്ടില്ല. അവതാറിൻ്റെ പ്രതിമയൊക്കെ കണ്ടിട്ടുണ്ട്. പക്ഷേ എന്നാലും ഇത്രയും ഫ്ലോറിങ്ങിലൊക്കെ ലൈറ്റായിട്ടുള്ള നല്ല സൂപ്പറായിട്ടുള്ളൊരു സെറ്റിങ് ഇവിടെ തന്നെ കണ്ടിട്ടുള്ളൂ കേട്ടോ. പിന്നെ ഇങ്ങനെ തലയാട്ടുന്ന സീബ്രയുണ്ട്, ഒരു വലിയ ചിമ്പാൻസി നിൽക്കുന്നുണ്ട്. കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമാവും കേട്ടോ. കുറച്ച് നേരം ഒന്ന് ഇങ്ങനെ വൈകുന്നേരം ഒരു ഈവനിങ്ങിലൊക്കെ ഒന്നിങ്ങനെ പോയി കറങ്ങി കാണാൻ മാത്രമൊക്കെ ഉണ്ട്. ഒരൊറ്റ കൊമ്പൻ റൈനോ അങ്ങനെ തല ഇളക്കി നിൽക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ലാസ്റ്റ് ഒരു കണ്ടാമൃഗം നിൽക്കുന്നുണ്ട്. അതോടുകൂടി നമ്മൾ ആനിമൽസിൻ്റെ സ്റ്റോൾ കഴിഞ്ഞു. അങ്ങനെ ഈ ആനിമൽസിനെയും കൂടി കണ്ടു കഴിഞ്ഞാൽ നമ്മൾ അടുത്ത ഷോപ്പുകളുടെ ഏരിയയിലേക്ക് കിടക്കുകയാണ് കേട്ടോ. ആദ്യം തന്നെ ഒരു പെർഫ്യൂമിൻ്റെ ഷോപ്പാണ് കേട്ടോ.
രണ്ട് പെർഫ്യൂമിനും കൂടി ആകെ 99 രൂപയേ ഉള്ളൂ. ഈ ബൗളിലിട്ട് വെച്ചേക്കുന്നത് അവർ അറബികൾ യൂസ് ചെയ്യുന്ന അത്തറാണെന്നാണ് കേട്ടോ പറഞ്ഞത്. അതൊരു കുപ്പിക്ക് തന്നെ 100 രൂപയാണ് വില. 2 ടൈപ്പാണ് ഈ അത്തർ ഉള്ളത്. പിന്നെ പെർഫ്യൂമുകൾ കുറേ ടൈപ്പ് ഉണ്ട്. 2 കുപ്പിക്കും കൂടെ 99 രൂപയൊക്കെ ഉള്ളൂ. ഓഫറാണ്. സാധാരണ എപ്പോഴും മുമ്പൊക്കെ എക്സിബിഷൻസിൽ വരുമ്പോൾ 100 രൂപയ്ക്കാണ് ഒരു ബോട്ടിൽ കിട്ടൽ കേട്ടോ. ഇത് 2 ബോട്ടിലിന് 100 രൂപ. കുറേ മണങ്ങൾ പല പല ഫ്ലേവേഴ്സ് ഉണ്ട്. ഏത് വേണമെങ്കിലും നോക്കിയിട്ട് ഏറ്റവും ഇഷ്ടപ്പെട്ടത് എടുക്കാമെന്നൊക്കെ പറഞ്ഞ് ഏതായാലും 1-2 മേടിച്ചു കേട്ടോ. മുമ്പ് മേടിച്ചിട്ടുണ്ട്. നല്ല സ്മെല്ലുള്ളത്, ഇപ്പോഴും ശരിക്കും കുറേ കാലമായിട്ട് ഇപ്പോഴും യൂസ് ചെയ്തുകൊണ്ടിരിക്കാൻ പറ്റിയ നല്ല സ്മെല്ലുള്ള പെർഫ്യൂംസ് എപ്പോഴും ഈ ഫെസ്റ്റുകൾക്ക് ഉണ്ടാവും കേട്ടോ. പിന്നെ ഇങ്ങനെ കുറേ വളയും മാലയും ഒക്കെ വിൽക്കുന്ന ഒരു സ്റ്റോളുണ്ട്. നല്ല ഭംഗിയുള്ള കുറേ ക്യൂട്ടായിട്ടുള്ള കുറേ വളകളും ചെറിയ കുട്ടികൾക്ക് പറ്റിയ കുറേ വള, മുടിയിലിടുന്ന ബണ്ണുകൾ, ക്ലിപ്പുകൾ, അങ്ങനെ കുറേ സാധനങ്ങളുണ്ട് കേട്ടോ. കുറേ കമ്മലുകളും മാലകളും ഹെയർ ബണ്ണുകളും ഒക്കെ, ഹെയർ ബാൻഡുകളൊക്കെ ഒരുപാട് ടൈപ്പ് ഉണ്ട്. പിന്നെ കുറേ ഫാൻസി മുത്തുമാലകളും ക്ലിപ്പുകൾ, സ്ലൈഡുകൾ, അങ്ങനത്തെ കുറേ ഐറ്റംസ് ഉണ്ട് കേട്ടോ. കുറേ നല്ല ഭംഗിയുള്ള വളകളൊക്കെ കണ്ടു കേട്ടോ. കുറേ ബ്ലാക്ക് മെറ്റലിൻ്റെയും വൈറ്റ് മെറ്റലിൻ്റെയും സ്റ്റോൺ വെച്ചതൊക്കെ ആയിട്ടുള്ള ഇത് കണ്ട, ഇതൊക്കെ ഒരു 50 രൂപയ്ക്കാണ് വില. നല്ല മുത്തും കല്ലൊക്കെ വെച്ചിട്ടുള്ള വളയുണ്ട്. പിന്നെ ഇതും അതെ 40 രൂപയ്ക്ക് 30 രൂപയ്ക്ക് ഒക്കെ ഈ ബ്ലാക്ക് മെറ്റലിൻ്റെ വളകളൊക്കെ ഉണ്ട് കേട്ടോ. കുറേ നല്ല ഭംഗിയുള്ളതൊക്കെ ഉണ്ട്. എല്ലാ എക്സിബിഷൻസിലൊക്കെ ഉണ്ടാവുന്ന പോലെ ഇത് എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. കുറേ കല്ലൊക്കെ ഉള്ള ഇങ്ങനെ ഫുള്ള് വൈറ്റ് സ്റ്റോണൊക്കെ വെച്ച് ബ്ലാക്ക് മെറ്റലിൻ്റെ ഇങ്ങനെ ജോയിൻ്റ് ആയിട്ടുള്ള 60 രൂപയായിട്ട് അതിന് വില. ഇത് കാണാൻ നല്ല രസമുണ്ട്. കുറച്ച് സൈസ് കുറവാണ്, കുറച്ച് ചെറിയ കുട്ടികൾക്കൊക്കെ അത് പറ്റുള്ളൂ. പിന്നെ കുറേ ലിപ്സ്റ്റിക്ക്, കുറേ അങ്ങനത്തെ കുറേ നെയിൽ പോളിഷുകളും കുറേ വളകളും, എല്ലായിടത്തും ബാർകോഡും സ്കാനറും ഒക്കെ ഉണ്ട് കേട്ടോ. അതുകൊണ്ട് ഇനി ക്യാഷ് ആയിട്ടില്ലെങ്കിലും ഗൂഗിൾ പേ ഒക്കെ എല്ലായിടത്തും പറ്റും. പിന്നെ കുറേ ടോയ്സ് ഉള്ള ഒരു സ്റ്റോൾ ഉണ്ടായിട്ട് ഒരുപാട് ടോയ്സ് ഉണ്ട്. പിന്നെ ബാക്കി സ്റ്റോളുകളൊക്കെ ഇപ്പം ഇങ്ങനെ ഓപ്പൺ ചെയ്യുന്നേ ഉള്ളൂ, അധികമൊന്നും തുറന്നിട്ടില്ല. ഈ പഞ്ഞിമുട്ടായി, പോപ്കോൺ, അതൊന്നും തന്നെ ഒക്കെ അവരിങ്ങനെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഈ കുലുക്കി സർബത്ത് അതൊന്നും പപ്പണം തുടങ്ങിയിട്ടില്ല. കരിമ്പ് ജ്യൂസൊക്കെ അത് മെഷീൻ കൊണ്ടുവന്ന് വെച്ചിട്ടേ ഉള്ളൂ, ഒന്നും വർക്കിംഗ് ആയി തുടങ്ങിയിട്ടില്ല കേട്ടോ. ഇന്നിപ്പോൾ ആകെ ഇവിടെ ഉണ്ടായിരുന്നത് ഇനിയിപ്പോൾ സ്നാക്സാണ് കഴിക്കാനുള്ളത്. കുറച്ച് സ്നാക്സ് ഉണ്ട് കേട്ടോ. ഈ പഴം നിറച്ചതുണ്ട്, പിന്നെ കട്ട്ലറ്റ് ഉണ്ട്, പിന്നെ സമൂസയുണ്ട്, പിന്നെ ഉന്നക്കായി. ഇത്രയും സ്നാക്സും ചായയും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. അപ്പോൾ ഞങ്ങളൊരു പഴം നിറച്ചത് വാങ്ങിയിട്ടോ. പഴം നിറച്ചത് വിചാരിച്ച പോലെ വലിയ ടേസ്റ്റ് ഒന്നുമില്ല. തേങ്ങയ്ക്ക് പകരം ഫുൾ അവിലാണ് നിറച്ചേക്കുന്നത്. അതുകൊണ്ട് തന്നെ അതിന് ടേസ്റ്റ് ഇല്ല. ചായയാണെങ്കിൽ ശരിക്കും പറഞ്ഞാൽ ഒരു വാട്ടച്ചായ, ഒരു തല്ലിപ്പൊളി ചായയായിരുന്നു. ഏതായാലും അത് പകുതിയൊക്കെ കഴിച്ചു. പിന്നെ അവിടെ കുറേ ഉള്ളത് മെയിനായിട്ടും അവർ പ്രാവശ്യം ടാർഗറ്റ് ചെയ്തേക്കുന്ന കുട്ടികളുടെ ഈ ഗെയിമിംഗ് ആണ് കേട്ടോ. വലിയ ജയൻറ്റ് വീലുണ്ട്. പിന്നെ ആ ബ്രേക്ക് ഡാൻസ് എന്ന് പറയുന്ന വട്ടത്തിലിങ്ങനെ കറങ്ങുന്ന ആ ഒരു ഇതുണ്ട്. പിന്നെ ഇതായി വെള്ളത്തിൽ കൂടി ചെറിയൊരു ബോട്ട്, കുട്ടികൾക്ക് ഇങ്ങനെ സ്വന്തം തുഴഞ്ഞ് ഇങ്ങനെ ചവിട്ടി പോകാൻ പറ്റുന്നത്. പിന്നെ പൈററ്റ് ഷിപ്പ് എന്ന് പറയുന്ന ആ വലിയ തോണി പോലത്തെ ഉയർന്ന ആകാശം വരെ പോകുന്ന പൈററ്റ് ഷിപ്പ് ഉണ്ട്. അങ്ങനെ കുറേ കുട്ടികൾക്ക് കളിക്കാനുള്ള. പിന്നെ ജമ്പി ഉണ്ട്, ചെറിയൊരു ജമ്പി, ആ കുട്ടികൾ ചാടി കളിക്കുന്ന ജമ്പി ഉണ്ട്. പിന്നെ ഒരു കാറ്റർ പില്ലറിൻ്റെ പോലത്തെ ഇങ്ങനത്തെ ഒരു വണ്ടി, അങ്ങനെ കുറച്ച് ഡ്രാഗൺ, അങ്ങനെ കുറച്ച് റൈഡുകളൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ ഒരു വലിയ മരണക്കിണറുണ്ട്. അതാണ് അവർ അനൗൺസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ. 2 മാരുതി കാറും 3 ബൈക്കും, അങ്ങനെ 5 ആൾക്കാർ ഒരുമിച്ച് പോകുന്ന വലിയ മരണക്കിണർ എന്നൊക്കെ പറഞ്ഞാൽ അതിലൊക്കെ കുറേ ആൾക്കാർ കയറിയിട്ടുണ്ട്. ജയൻറ്റ് വീൽ കണ്ടോ, അത്യാവശ്യം നല്ല ഉയരത്തിൽ പോകുന്നുണ്ട്. നല്ല കാണുമ്പോൾ നല്ലൊരു ലുക്ക് ഉണ്ട് കേട്ടോ. രാത്രി ലൈറ്റും കൂടി ഇട്ട് കഴിയുമ്പോൾ ഭയങ്കര ലുക്കാണ് കാണാൻ. എന്നാലും ഇതൊക്കെ കാണുമ്പോൾ കയറിയിട്ടില്ലെങ്കിലും ഭയങ്കര ഒരു സന്തോഷം മനസ്സിലാവും. നമ്മൾ കുട്ടിക്കാലത്തൊക്കെ ഇതിൽ എല്ലാത്തിലും ചാടി കയറിയിരുന്നതൊക്കെ ഒന്ന് ഓർമ്മ വരും. അങ്ങനെ ഇങ്ങനത്തെ ഒരു സ്ഥലത്ത് പോകാൻ ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ ഇതാണ് വണ്ടർ വേൾഡ്. പുറത്തേക്ക് നമ്മൾ ഇറങ്ങിയിട്ട് ഒരുവിധം എല്ലാം കണ്ടു കഴിഞ്ഞു. സ്റ്റോളുകളൊക്കെ ഇനി കുറച്ചും കൂടി വരാനുണ്ട്. 5-6 സ്റ്റോളൊക്കെ ഒഴിഞ്ഞു കിടക്കുന്നുണ്ട്. അടുത്ത ആഴ്ചയൊക്കെ കംപ്ലീറ്റ്ലി ഫുൾ ഫ്ലെഡ്ജ് ആയിട്ട് തുടങ്ങുമെന്ന് വിചാരിക്കാം. നമുക്ക് കഴിഞ്ഞ് നമ്മളിങ്ങനെ പുറത്ത് കൂടി ഇങ്ങനെ നടക്കാൻ തുടങ്ങിയിട്ട് അതിൻ്റെ പുറത്തേക്ക് ഇറങ്ങി അതിൻ്റെ ഫ്രണ്ടിൽ തന്നെ നമുക്കിങ്ങനെ 99 എന്ന് പറഞ്ഞിട്ടൊരു സ്നാക്ക് ഷോപ്പ് കാണാം കേട്ടോ. പുറത്തിറങ്ങുന്നവിടെ തന്നെ, ഉള്ളിലധികം ഷോപ്പില്ലെങ്കിലും അതിൻ്റെ പരിസരത്ത് ചുറ്റും ഇഷ്ടം പോലെ സ്നാക്സ് കിട്ടുന്ന കടകളുണ്ട് കേട്ടോ. നല്ല പഴം നിറച്ചത് ഉള്ളി കിട്ടിയ പോലെയല്ല, അവിലൊന്നും അല്ലാതെ നല്ല തേങ്ങയും പഞ്ചസാരയൊക്കെ നിറച്ച നല്ല അടിപൊളിയായിട്ട് കണ്ടാൽ നല്ല ലുക്കുള്ള പഴം നിറച്ചതും നല്ല കട്ട്ലറ്റും കുറേ ബജികളും ഒക്കെ ഉണ്ട്. ഇപ്പോൾ പുറത്ത് ചെറിയൊരു കുളവും കണ്ടില്ലേ, കുറച്ച് ചെടികളൊക്കെ വളർത്തിയ ചെറിയൊരു കുളവും നല്ല ഭംഗിയുള്ളൊരു മരവും ഒരു ചെറിയ കുട്ടി പാർക്കൊക്കെ പൊന്നാനി നഗരസഭയുടെ വക തന്നെ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഓപ്പൺ ടു ഓൾ ആയിട്ട്. ഇപ്പോൾ പൊന്നാനി നഗരസഭയാണല്ലോ ഏറ്റവും നല്ല നഗരസഭയ്ക്ക് ഇപ്രാവശ്യത്തെ അവാർഡൊക്കെ കിട്ടിയത്. അങ്ങനെ ഒരുപാട് നല്ല കാര്യങ്ങളൊക്കെ ഈ കർമ്മ റോഡിലൊക്കെ അവർ ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മളിങ്ങനെ നടക്കുമ്പോൾ ഇങ്ങനെ കുറേ ഉപ്പിലിട്ടതൊക്കെ കാണാം. പിന്നെ മോമോസിൻ്റെ ഷോപ്പുണ്ട്, കുറേ മോമോയും ഡിപ്പും ഒക്കെ കിട്ടുന്ന ഷോപ്പ്. ഇതിനെങ്ങനെ വെറുതെ നടക്കാൻ തന്നെ നല്ലൊരു വൈബിൾ ഏരിയയാണ് ഈ കർമ്മ റോഡ്. ഈവനിങ് ആയിക്കഴിഞ്ഞാൽ നടക്കാൻ തന്നെ നല്ല രസമാണ്. ഇത് കൂടി നിറയെ ഷോപ്പുകളും നിറയെ ലൈറ്റിങ്സും ഒരുപാട് ടൈപ്പ് ഫുഡും ഒക്കെ കണ്ടും കഴിച്ചും ഒക്കെ ഇങ്ങനെ നടക്കാം നമുക്ക്. പിന്നെ ഇതും അതെ ഒരുപാട് സ്നാക്സ് കിട്ടുന്ന കുറേ പല പല പലഹാരങ്ങൾ കിട്ടുന്ന ഒരു കടയാണ്. ഇന്നിപ്പോൾ കയറില്ല, കുറേ എഗ് കുൽഫിയും ഒക്കെ കിട്ടും കേട്ടോ ഈ കടയിൽ.
പിന്നെ ഇത് നമ്മൾ ടാമറിൻഡ്, ഇന്ന് ഏതായാലും ഡിന്നർ ടാമറിൻഡ് കയറി കഴിക്കാമെന്ന് വിചാരിച്ചു. ടാമറിൻഡ് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് കയറുന്നൊരു സ്ഥലമാണ്. എന്തായാലും നല്ല ടേസ്റ്റി ഫുഡ് കിട്ടുന്ന സ്ഥലം കേട്ടോ. അത് കുറേ ടൈപ്പ് ബജി, മുളക് ബജിയും കായ ബജിയും ഒക്കെ ഉണ്ട്. പിന്നെ ബ്രെഡ് പൊരിച്ചതും നമ്മളെ ഉന്നക്കായയും പഴംപൊരിയും ഒക്കെ ഉണ്ട്. പിന്നെ ചട്ടിപ്പത്തിരിയുടെ ഒരു പീസ് വാങ്ങി. ഇത് ചിക്കൻ റോൾ കേട്ടോ. പിന്നെ അവരുടെ മുട്ടപ്പെട്ടി എന്ന് പറഞ്ഞ പഫ്സ് പോലെ മുട്ട ഉള്ളിൽ നിറച്ച ഒരു സാധനമുണ്ട്. അപ്പോൾ നമ്മളൊരു മുളക് ബജി വാങ്ങി. പിന്നെ നമ്മൾ വാങ്ങിയത് ഇതായിരുന്നു ചട്ടിപ്പത്തിരിയുടെ ഒരു പീസും ഒക്കെ വാങ്ങിയിട്ടോ. പിന്നെ ഇതെന്താണെന്ന് വെച്ചപ്പോൾ ഇത് അവരുടെ പാൽക്കപ്പയും ബീഫും ഒക്കെ ഇങ്ങനെ പാത്രത്തിലാക്കിയപ്പോൾ അത് ഓർഡർ ചെയ്തു കേട്ടോ. ഇത് നല്ല ടേസ്റ്റ് ചെയ്യുന്നു കേട്ടോ. നല്ല അണ്ടിപ്പരിപ്പൊക്കെ ഇട്ട് മുട്ടയൊക്കെ ചേർത്ത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല കിഡിലൻ ചട്ടിപ്പത്തിരി ആയിരുന്നു കേട്ടോ. മധുരമുള്ള ചട്ടിപ്പത്തിരി. ഈ ബജി അത്ര പോരെയായിരുന്നു കേട്ടോ. കുറച്ച് അപ്പക്കാരം കുറച്ച് കൂടിയിട്ടുള്ള കാരണം തോന്നുന്നു. കുറച്ച് മൂപ്പും കൂടി പോയിട്ടുണ്ട്. വലിയൊരു ടേസ്റ്റ് ഇല്ല. അതൊരു പകുതിയേ കഴിച്ചുള്ളൂ. അപ്പോഴേക്കും നമ്മുടെ ബീഫും പാൽക്കപ്പയും വന്നു. നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. പാൽക്കപ്പയും ബീഫും നല്ലൊരു മൺചട്ടിയിൽ ഒരു ഇലയിൽ വാഴയിലയിലൊക്കെ വെച്ചിട്ടാണ് തരുന്നത് കേട്ടോ. അങ്ങനെ അത് നല്ല എൻജോയ് ചെയ്തുകൊണ്ട് തന്നെ കഴിച്ചു. പിന്നെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി നടന്നപ്പോൾ പിന്നെയും റോഡ് സൈഡിൽ ഇങ്ങനെ നല്ല മുളകും ഉപ്പും ഒക്കെ പുരട്ടിയും മാങ്ങയും കുറേ ഉപ്പിലിട്ട സാധനങ്ങളൊക്കെ കണ്ടു കേട്ടോ. പപ്പായുണ്ട്, ഈ ഓറഞ്ചൊന്നും ഇപ്പോൾ അധികം കാണാറില്ല. ഒരു ചെറിയ ഓറഞ്ചാണെങ്കിലും മുളക് ഉപ്പ് ഇങ്ങനെ ഓൾറെഡി ഇങ്ങനെ പുരട്ടിയിരിക്കുന്നത് കണ്ടപ്പോൾ എന്തായാലും റെസിസ്റ്റ് ചെയ്യാൻ കഴിഞ്ഞില്ല. അങ്ങനെ ആ ഓറഞ്ചൊന്ന് വാങ്ങി അതൊന്ന് ഈമ്പിയൊക്കെ നോക്കിയിട്ടോ. നല്ല കിടിലൻ ടേസ്റ്റായിരുന്നു. ചെറിയൊരു മധുരവും പുളിയൊക്കെ ഉള്ള ഓറഞ്ചിൽ നന്നായി ഉപ്പും മുളകും ഒക്കെ അങ്ങോട്ട് പിടിച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ നല്ല അടിപൊളി ടേസ്റ്റായിരുന്നു കേട്ടോ. അങ്ങനെ ആ ഓറഞ്ച് വാങ്ങി. പിന്നെ ഓറഞ്ചൊക്കെ കഴിച്ച് തീർത്തപ്പോഴത്തേനും പൈനാപ്പിൾ കണ്ടപ്പോൾ പിന്നെ അതും വാങ്ങിക്കാൻ തോന്നി. ഏതായാലും പൈനാപ്പിളും വാങ്ങി കഴിച്ചു. ആൾക്കാരൊക്കെ വന്ന് കുറേ പാർസലൊക്കെ ചെയ്ത് കൊണ്ടുപോകുന്നുണ്ട് കേട്ടോ. മാങ്ങയും പൈനാപ്പിളും ഒക്കെ. അങ്ങനെ നമ്മളും പൈനാപ്പിളും ടേസ്റ്റ് ചെയ്തു, ഓറഞ്ചും ടേസ്റ്റ് ചെയ്തു. മാങ്ങ പിന്നെ വാങ്ങിയില്ല. കുറേ പ്രാവശ്യം മുമ്പ് കഴിച്ചിട്ടുണ്ടല്ലോ എന്ന് ചോദിച്ചാൽ. ആ മാങ്ങ കാണുമ്പോഴാണെങ്കിൽ ഒരു ഭയങ്കര പച്ച മാങ്ങയുടെ കളറും കുറച്ചും കൂടി ഒന്ന് ചെനച്ചാലായിരിക്കും ടേസ്റ്റ് ഉണ്ടാക്കാൻ തോന്നി. അപ്പോൾ നമ്മൾ പൈനാപ്പിൾ ഒരു പീസ് എടുത്തിട്ടോ. അതൊന്ന് കഴിച്ചു. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. നല്ല പഴുത്ത പൈനാപ്പിൾ, നല്ല മധുരവും അതിൻ്റെ ഉപ്പും അതെല്ലാം കൂടി മുളകും ഒക്കെ കൂടി ഇങ്ങനെ പിടിച്ചിട്ട് നല്ല കിട്ടില്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. പിന്നെ വേണമെങ്കിൽ സ്പ്രിങ് പൊട്ടറ്റോ ഉണ്ട്. അങ്ങനെ കുറേ ചെടികളൊക്കെ ഉള്ള ഒരു സ്റ്റോൾ, വെർട്ടിക്കൽ ഗാർഡന് പറ്റിയ കുറേ ചെടികളൊക്കെ ഉള്ളൊരു സ്റ്റോളുണ്ട്. അപ്പോഴേക്കും അവിടെ ഫുൾ ലൈറ്റിട്ട് നല്ല ഭംഗിയായിരുന്നു ആ എക്സിബിഷൻ്റെ ഏരിയ.